അർജന്റീന എന്ന സ്ഥലം മുൻപ് നമ്പൂതിരിമാർ മാത്രം വസിച്ചിരുന്ന അന്തർജനം എന്ന രാജ്യമായിരുന്നു നമ്മൾ ഉണരണം. എനിക്കും കുറച്ചു കാലമായിട്ടുള്ള സംശയമായിരുന്നു ഇത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സൂപ്പർ മൈനോറിറ്റി ആണെങ്കിൽ പോലും ആഫ്രിക്കൻ വംശജരുണ്ട് എല്ലാ രാജ്യങ്ങളിലും. തൊട്ടടുത്ത രാജ്യമായ ബ്രസീലിലും ഉറുഗ്വ, പരാഗ്വ തുടങ്ങിയ രാജ്യങ്ങളുടെ ടീമുകളിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ആഫ്രിക്കൻ വംശജർ ഒരുപാട് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എന്നാൽ അർജന്റീന അവരുടെ ആദ്യത്തെ നിലനിർത്താനും ഇങ്ങനെയുള്ള വിഭാഗത്തെ തീണ്ടപ്പാട് അകലെ നിർത്താനും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും ഇക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇവർ ഇങ്ങനെ ബ്രാഹ്മിൺസ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈ ശശികല ടീച്ചർ പറഞ്ഞ പോലുള്ള എന്തോ ചിന്താഗതി ഉള്ളവരാണോ എന്നൊരു തോന്നൽ നമുക്കുണ്ടായിട്ടുണ്ട്. ഏതായാലും തൊട്ടടുത്ത രാജ്യമായ ബ്രസീലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ നെയ്മറാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത രാജ്യമായ ഉറുഗ്വയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ സുവാരേസ് ആണ്. പിന്നെ ഇറാൻ എന്തായാലും പേർഷ്യക്കാരെന്തായാലും ക്ഷത്രിയരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരാളുടെ മുമ്പിൽ തലകുനിക്കാൻ തയ്യാറാവാത്ത, മരണത്തിന് മുന്നിൽ മാത്രം തലകുനിക്കാൻ തയ്യാറാവുന്ന ഒരു വിഭാഗം അവർ ക്ഷത്രിയർ തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ സോമാലിയ വല്ല ചോലതാനിക്കറോ മറ്റോ ആയിരിക്കുമോ? ഏതായാലും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും ഉള്ള ഈ ജാതീയപരമായിട്ടുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ലേഖനമോ അങ്ങനെ നമുക്കെല്ലാവർക്കും ലോകത്തെല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിശദീകരണം ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പക്ഷേ ഈ സംശയങ്ങൾ ദൂരീകരിക്കാമായിരുന്നു. ഗുഡ് ബൈ.